വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മഴയാണ്. ഇത് രാവിലെ അല്ല, ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഉള്ളൊരു സമയമാണ്. ഞാൻ ചെറിയൊരു ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്. ചെറിയൊരു ചോറ് എന്ന് പറയുമ്പോൾ നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്. ഞാനിന്ന് എൻ്റെ സ്വന്തം വീട്ടിലാണ്. ബാക്ക്ഗ്രൗണ്ടും സാധനങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. സ്വന്തം വീട്ടിലാകുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം, നമുക്കൊരു പ്രത്യേകതരം ഹാപ്പിനെസ് ഉണ്ടാവും. കാരണം കല്യാണം കഴിഞ്ഞ ആൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നതിൻ്റെ സുഖം അതൊരു മറ്റൊന്ന് തന്നെയാണ് അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് കുറച്ച് കുട്ടി കുട്ടി സംഭവങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇപ്പം പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നിറച്ച് ബീഫുണ്ട്. അപ്പോൾ ഉമ്മച്ചി കുറച്ച് ബീഫ് എടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉമ്മച്ചി പറഞ്ഞു, നീ ഒരു ചോറ് തട്ടിക്കൂട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു നെയ്ച്ചോറ് തട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും വെളിയിൽ വെച്ച് എന്താ കുക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ അകത്ത് അടുക്കളയുണ്ട്, വെളി അടുക്കളയുണ്ട്. എന്നിട്ടും പുറകിലോട്ടൊരു മേശയിൽ ഒരു ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് അവിടെയാണ് ഇപ്പോൾ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മച്ചിക്ക് പല സമയത്ത് പല തോന്നലുകളാണ്. പല രീതിയിൽ അടുപ്പുകളും കട്ടിലുകളും അലമാരകളും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലുള്ള പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അതാ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് മല്ലിയില പറിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടത്. ഇവിടെ എല്ലാം കുറേശ്ശെ ഉമ്മിച്ച് ഒപ്പിച്ച് അവിടെ നട്ടുകെട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിൽ അവിടെയൊക്കെ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറ് വെച്ചു. കുക്കറിൽ വിസിലൊക്കെ വന്നു, ചോറ് റെഡിയായിട്ട് ഞങ്ങൾ വെറുതെ മഴയെ ആസ്വദിച്ച് വെളിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. മോൻ നല്ല കുരുപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടം പൊരിക്കുന്ന ബഹളമാണ് ഈ കാണുന്നത്. ആ പപ്പടത്തിന്റെ മുകളിൽ തട്ടിയിരിക്കുന്ന ഒരു പൊടി ഉണ്ടാവുമല്ലോ, എന്ത് പൊടിയാണെന്ന് എനിക്കറിയില്ല. കടലമാവാണെന്ന് തോന്നണു അല്ലേ. അതിങ്ങനെ തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പിറക്കി എടുത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെച്ചുകൊണ്ട് ചോറായതുകൊണ്ട് പറയുകയല്ല, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, കറിയുടെ ടേസ്റ്റാണ്. ഉമ്മച്ചി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് കറിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ചോറ് കഴിഞ്ഞാൽ ഒരു മധുരം, അത് മാൻഡേറ്ററി ആണ്. ആ മധുരം കഴിക്കുമ്പോഴൊരു സുഖം, ചോറ് വയറ് നിറച്ച് കഴിച്ചിട്ടൊരു മധുരം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. അതെനിക്ക് തോന്നുന്നു മിക്കുള്ളവർക്കും അത് റിലേറ്റബിൾ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ചെന്നൊന്ന് മേലൊക്കെ കഴുകിയിട്ട് ഇത് ഉമ്മച്ചിയുടെ വള കളക്ഷനാണ് കേട്ടോ. കുറേ ഉണ്ട്. ഇതല്ലാണ്ട് വേറെ പെട്ടിയിലൊക്കെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഉമ്മ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ്